Good morning. 12 മുതൽ 16 വയസ്സ് വരെയുള്ള അഡോളസെൻസ് ആ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ പോകാൻ പറ്റും എന്നാണ് കുട്ടികൾ ചിന്തിക്കേണ്ടത്. ഒരിക്കലും അവർ വെയിറ്റ് വെക്കുകയോ അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കുകയോ ആ ഒരു ഡയറ്റിംഗ് ഹാബിറ്റിലേക്ക് പോകുന്നതിൽ നല്ലത് ഭാവിയിലേക്ക് അവരുടെ ഒരു മുതൽക്കൂട്ട് എന്നുള്ള രീതിയിൽ അവരുടെ ആരോഗ്യം എത്രത്തോളം മെച്ചപ്പെടുത്താൻ പറ്റുമോ അതാണ് ബെസ്റ്റ് ഏജ്. നമ്മളുടെ ശരീരത്തിൽ റിസർവ്സ് സ്റ്റോർ ചെയ്യേണ്ട സമയമാണ് ഈ 12 മുതൽ 16 വയസ്സ് വരെയുള്ള പ്രായം. അത്തരക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഡിഷാണ് ഞാൻ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളുടെ ഡിഷിൻ്റെ പേരാണ് പീനട്ട് ലഡു. പീനട്ട് ലഡുവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് കപ്പലണ്ടി. വറുത്ത കപ്പലണ്ടിയാണ്. വറുത്ത കപ്പലണ്ടി ഒരു 100 ഗ്രാംസോളം വരുന്ന വറുത്ത കപ്പലണ്ടിക്ക് ഏകദേശം ഒരു 6-8 മുതൽ വരെയുള്ള ചെറിയ ലഡൂസ് കിട്ടും. വറുത്ത കപ്പലണ്ടി കൂടാതെ ശർക്കര, മധുരത്തിന് വേണ്ടി നമ്മൾ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കും. ഇതൊന്ന് ബൈൻഡ് ചെയ്യാൻ വേണ്ടി നെയ്യാണ്. നെയ്യ് യൂസ് ചെയ്യുമ്പോൾ വളരെ കുറച്ച് നെയ്യ് തന്നെ യൂസ് ചെയ്താൽ മതി. ബിക്കോസ് നമ്മൾ ഈ കപ്പലണ്ടി മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കും. സോ ആ കപ്പലണ്ടിയിൽ നിന്നുള്ള എണ്ണ അതിനകത്തേക്ക് ഊർന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. അത് കൂടാതെ ഒരു 1/2 ടീസ്പൂൺ ഗീയും കൂടി ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ബോൾസ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. പീനട്ട്സ് ബോൾസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അത് ഫുള്ളി ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതിയാവും. മിക്സിയിലേക്ക് ഗ്രൗണ്ട് നട്ട്സ് ഇട്ട് കൊടുക്കാം. ക്രഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഗ്രൗണ്ട് നട്ട്സ്. സോ ഈ ഒരു കൺസിസ്റ്റൻസി മതി. ശരിക്കും അങ്ങോട്ട് ഫൈനായിട്ട് ഗ്രൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളുടെ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ശർക്കര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് കപ്പലണ്ടി എടുക്കുന്നതിൻ്റെ അനുസരിച്ച് അതിൻ്റെ പകുതിയോളം മതിയാവും. കുറച്ചും കൂടി സ്വീറ്റ് ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എക്സ്ട്രാ ജാഗറി നമുക്ക് അല്ലെങ്കിൽ ശർക്കര നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം. സോ ഇതൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഗ്രൗണ്ട് നട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്തതുപോലെ തന്നെയാണ് ഈ ശർക്കരയുടെ കൺസിസ്റ്റൻസി വരേണ്ടത്. ഇതിനകത്തേക്ക് നെയ്യും കപ്പലണ്ടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ജസ്റ്റ് ഇതൊന്ന് കയ്യിൽ വെച്ച് തന്നെ നമുക്ക് ബോൾസ് ആയിട്ട് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സോ നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് പരത്തിയിട്ട് ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ലഡൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സോ പീനട്ട് ലഡൂസ് അതിൻ്റെ ആ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ വന്നിട്ടുണ്ട്. ആ ഒരു ക്രഞ്ചിനെസ് നമുക്ക് നമ്മുടെ പാലറ്റിൽ കിട്ടുന്നുണ്ട്. ശർക്കര പ്ലസ് കപ്പലണ്ടി ഈ രണ്ട് സാധനവും നന്നായിട്ട് അതിൻ്റെ റിച്ച് സോഴ്സ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. കൗമാരക്കാർ പെൺകുട്ടികൾ പീരീഡ്സിൻ്റെ സമയത്ത് ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് സ്റ്റമക്ക് പെയിൻ ഒക്കെ ഭയങ്കര കൂടുതലായിട്ടുണ്ടാവും. അതൊന്ന് ജസ്റ്റ് ഒന്ന് സപ്രസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഭാവിയിലേക്കുള്ള ഒരു കാൽഷ്യം സ്റ്റോറേജ് പോലെയോ അല്ലെങ്കിൽ അവരുടെ ബോൺസിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ട്.
ഇതൊരു എനർജി ഡെൻസും കൂടിയാണ്. അത് മാത്രമല്ല ഇതിനകത്ത് എസെൻഷ്യൽ ഫാറ്റ്സിൻ്റെ ധാരാളമായിട്ട് കണ്ടുവരുന്നു. കൗമാരക്കാർക്ക് മാത്രമല്ല, വർക്കൗട്ട് കഴിഞ്ഞ് വരുന്ന ഒരു അഡൽട്ടിനാണ് എന്നുണ്ടെങ്കിലും ഒരു ക്യുക്ക് എനർജി സോഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ പീനട്ട് ലഡൂസ് നമുക്ക് കൊടുക്കാവുന്നതാണ്. ചെറിയ കുട്ടികൾ, ടോഡ്ലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും ഈ ഒരു തൊണ്ടയെ തടയും എന്നുള്ളൊരു പേടി കൂടാതെ കൊടുക്കാൻ പറ്റിയ ഒരു ഡിഷാണ് പീനട്ട് ലഡൂസ്. സോ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്, വളരെ ലോ കോസ്റ്റുമാണ്. എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക.